അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടന ഫൊക്കാനോയുടെ പ്രസിഡന്റ് സജിമോൻ ആന്റണിയുമായി 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. വിവിധ രാജ്യാന്തര വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം 24ൻ്റെ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ആദ്യം ഈ അഭിമുഖം. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിൻസുലയെ അമേരിക്കൻ സേന ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അമേരിക്കയിലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ ട്രംപിൻ്റെ ഈ നീക്കത്തെ കാണുന്നത്? അമേരിക്കയിലുള്ള ഏകദേശം 8 മില്യണോളം വെനസ്വേലൻസ് ആണ് അമേരിക്കയിൽ കുടിയേറ്റക്കാരായിട്ടുള്ളത്. 80 ലക്ഷം ആൾക്കാർ. അപ്പോൾ അത്രയും ആൾക്കാർ ഒരു മജോറിറ്റി ആൾക്കാർ തെരുവിൽ ഇറങ്ങി ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ലോകക്രമത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ആൻസറാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു രാത്രി കൊണ്ട് ഒരു രാഷ്ട്രത്തലവനെ പിടിച്ചുകൊണ്ട് പോരുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതുവരെയുള്ള ഒരു ലോകക്രമമായിരിക്കില്ല മുന്നിലേക്ക് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്ക ഇതുവരെ ഒരു സോഫ്റ്റ് പവർ ആയിരുന്നു, ആ ഒരു ഗെയിം ആയിരുന്നു കളിച്ചിരുന്നുവെങ്കിൽ എന്നാൽ ഇപ്പോൾ ഒരു ഒരു പവർ ബൈ ഫോഴ്സ് അല്ല പീസ് ബൈ ഫോഴ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ട്രംപിന് തന്നെ അവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് പോലെ US കോൺഗ്രസ് ആക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിന് നീക്കത്തെ എതിർക്കുന്നു. രാജ്യത്തിനെതിരെ ഒരു യുദ്ധമൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനിൽ കോൺഗ്രസ് ആണ് അതിൻ്റെ ഒത്തറൈസ് ചെയ്യുന്നത് എപ്പോഴും പ്രസിഡന്റിനെ. അപ്പം അങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഒരു പ്രൊസീജിയർ അവിടെ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരുടെ ഇടയിൽ ഏകദേശം 60% ആൾക്കാർ ഇതിനെ ഒപ്പോസ് ചെയ്യുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇതുപോലെ എതിർപ്പ് പോലും ലംഘിച്ചുകൊണ്ട് ട്രംപ് ഒരു തനിപ്പിടി എന്നുള്ള ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണോ? ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബൈ ആൻഡ് ലാർജ്, അത് ക്യൂബ ആയിക്കോട്ടെ, വെനിസുല ആയിക്കോട്ടെ, കൊളംബിയ ആയിക്കോട്ടെ, ഇതെല്ലാം റിലേറ്റീവ്ലി ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അപ്പം ട്രംപ് പറയുന്നത്, അല്ലെ ട്രംപിയൻ സപ്പോർട്ടേഴ്സ് പറയുന്നത്, നിങ്ങൾ എനിവേ ഫെയിൽഡ് ആണ്, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ രാജ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഏത് രാഷ്ട്രം തലവന്മാർ ഭരിച്ചാലും റിയലി ഭരിക്കുന്നത് അവിടുത്തെ ഡ്രഗ് കാർട്ടൽസ് ആണ്. അവരാണ് ആ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനറിയോ ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നതാണ് US ഗവൺമെൻറ് നോക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി USനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പ്രശ്നങ്ങൾ ഓളം തന്നെ ഈ ഡ്രഗ് മാഫിയയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് അമേരിക്കയിലുണ്ട്. ഏകദേശം 1,10,000-1,10,000 ഇടയ്ക്ക് ആൾക്കാരാണ് ഒരു വർഷം ഈ ഡ്രഗിലത്ത് മരിക്കുന്നത്. അപ്പം അതിനൊരു ആൻസർ കാണണമെങ്കിൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമായിട്ട് അടിച്ച് അല്ലെങ്കിൽ തെറിപ്പിച്ച് അതിനൊരു കൺട്രോൾ വേണം എന്നുള്ളൊരു ഇച്ഛാശക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ഇറാഖിൽ ആക്രമിച്ചപ്പോൾ അവിടെ രാസായുധവും ജൈവായുധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് ഇറാഖിലെ എണ്ണയായിരുന്നു. തീർച്ചയാണ്. അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇതാണ്, അമേരിക്കയുടെ പോളിസി അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ലോകക്രമങ്ങൾ ഏകദേശം 40-50 വർഷം കഴിയുമ്പോൾ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു റീഅഡ്ജസ്റ്റ്മെന്റ് പീരീഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു ഭാഗത്ത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും എതിരെ തിരുന്നു, അപ്പുറത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ പ്രീണിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ഇന്ത്യ ഹിസ്റ്റോറിക്കലി റഷ്യയുമായിട്ടൊരു അംബിലിക്കൽ കോഡ് ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കക്കാർക്കും അറിയാം അത്. എന്നാൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആ ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ പ്രത്യേകിച്ച് ഒരു കോൺഷ്യസ് ഇഫേർട്സ് എടുത്തായിരുന്നു അമേരിക്കയുമായിട്ട് നല്ലൊരു ടൈപ്പ് വരാണ്ട്. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം 2 രീതിയിലുമുള്ള കാരണം ഇത് വേണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയ്ക്ക് എങ്ങനെ ഇന്ത്യയെ വേണോ, ഇന്ത്യക്ക് അതുപോലെ തന്നെ അമേരിക്കയെ വേണം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനുമായിട്ട് പെട്ടെന്ന് ബന്ധമുണ്ടാക്കുകയും അവിടുത്തെ അസീം മുനീർ പാകിസ്ഥാൻ്റെ പട്ടാള ജനറൽ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ വിരുന്നു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാന് ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഒരു തരത്തിൽ ഇന്ത്യയെ വെറുപ്പിക്കലും കൂടിയല്ലേ? ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മളൊരു ഈ ഒരു പേഴ്സണൽ റിലേഷൻ ഒരു സൈഡിൽ പറഞ്ഞാൽ പോലും ആ ഒരു പേഴ്സണൽ റിലേഷനെ സംഹൗ എൻകാഷ് ചെയ്യാനായിട്ട് നമ്മളൊരു പരിധിവരെ പരാജയപ്പെട്ടു എന്നുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇന്ത്യ ബന്ധം ഇനി മെച്ചപ്പെടാൻ സാധ്യത കാണുന്നുണ്ടോ? താങ്കൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഒന്ന് റീബൂട്ട് ചെയ്യാതെ എന്നാൽ ഇതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക, പക്ഷെ ഇന്ന് ഇസ്രായേൽ വിരുദ്ധത അമേരിക്കയിൽ അതിശക്തമാണ്. അമേരിക്കൻ ജനത എപ്പോഴും ഇസ്രായേൽ സപ്പോർട്ടാണ്, അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണാധികാരികളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് എക്സ്റ്റെൻഡ് ഗാസ വരെ പോയി ഇത്രയും നഷ്ടങ്ങൾ വന്നു, നല്ല 90% ഗാസയുടെ ഭൂപ്രദേശങ്ങൾ നാമാവശേഷമായി ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു എക്സ്റ്റെൻഡ് പോകുന്നതിനകത്ത് അമേരിക്കൻ ജനത ഒരു പരിധിവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അവർ ഇസ്രായേൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് ഡെമോക്രാറ്റിക് പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ചുരുക്കം ചില റിപ്പബ്ലിക്കൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിന്റെ വസ്തുതയുണ്ട്. ഇറാനുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഗുണകരമാണോ?
ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയാം, ലോകത്തിന് അറിയാം, ഇതൊരു വീക്ക് പോയിന്റ് ആണ് ഇറാന്റെ ഏറ്റവും സമയത്ത്. ആ ഒരു വീക്ക് പോയിന്റിൽ കയറി പിടിക്കുകയാണ്. ഇറാനെ കയറി ആക്രമിക്കുന്നത് തന്നെയാണോ താങ്കൾ കാണുന്നത്? ഡയറക്റ്റ് ആക്രമിക്കുന്ന ഇല്ല എങ്കിൽ പോലും 3 പോസിബിലിറ്റീസ് ആവുന്നു. ഒന്ന്, ഒരു ഡയറക്റ്റ് ഹിറ്റ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓപ്പോസിഷനെ ഫീഡ് ചെയ്യുക, അവർക്ക് എനർജി കൊടുക്കുക, വെപ്പൺ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അല്ലെങ്കിൽ അമേരിക്ക ഇതിന് മുമ്പ് ചെയ്ത പോണക്ക് ഇസ്രായേലിന് കണ്ണ് കാണിച്ചിട്ട് നീ പോയി അടിച്ചിട്ട് പോവാ, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലായിരിക്കാം. ഫൊക്കാനയുടെ സമ്മേളനം വരികയാണ് ഓഗസ്റ്റിൽ. എങ്ങനെയാണ് ഇതിനെ താങ്കൾ കാണുന്നത്? ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായ 105-ലധികം സംഘടനകളുടെ സംഘടനയാണ് ഫൊക്കാനായത്. അതിൻ്റെ അന്തർദേശീയ കൺവെൻഷനാണ് ഓഗസ്റ്റ് 6, 7, 8, 9 തീയതികളിൽ. എല്ലാവരെയും 24-ന്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാന ഇന്ന് ജനഹൃദയങ്ങളിൽ അവിടെയും ഇവിടെയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് $500 പോലത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ 42 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ബാലൻസ് ആയിക്കൊണ്ട് കേരളത്തിലെ മലയാളികൾക്കും നോർത്ത് അമേരിക്കയിലെ മലയാളികൾക്കും വേണ്ട അതത് സമയത്ത് വേണ്ട ചില പ്രോജക്റ്റുകൾ വളരെ ശക്തമായിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.